ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഡിഫൈൻസ് അവർ സക്സസ് എന്നാണ്. അതായത് നമ്മൾ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് നമ്മൾ തന്നെയല്ലേ. നമ്മൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ എന്തോ ആഗ്രഹിച്ച ഒരു ജോലി ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കുറേ പൈസ ഉണ്ടാവുമായിരിക്കും. അത് അച്ചീവ് ആയിട്ടില്ല എന്നോർത്തിട്ട് നമ്മൾ സക്സസ് അല്ല എന്നോർത്ത് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. മേ ബി നമ്മളിപ്പോൾ പിടിക്കുന്ന ഫോൺ നമ്മളിപ്പം ആഗ്രഹിക്കുന്ന പോലെ കുറച്ച് രീതിയിലാണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതും ഒരു ദിവസം നമ്മൾ കണ്ട സ്വപ്നം തന്നെയാണ്. അപ്പോഴും നമ്മൾ സക്സസ്ഫുൾ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ജനിക്കുമ്പോൾ നമ്മുടെ പാരൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെപ്പോലെ ആവരുത്. അമ്മമാരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഹോം മേക്കറായിട്ടുള്ള അമ്മമാരാണെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് ബി ലൈക്ക് അസ്. നിങ്ങളെപ്പോലെ കുട്ടികൾ മാത്രം നോക്കി വീട്ടിലെ പണി മാത്രം ചെയ്ത് നമുക്കൊരു വില ഉണ്ടാവില്ല. അങ്ങനെ ആവരുത് എന്ന്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പേടി, എങ്ങാനും അങ്ങനെ ആയി പോകുമെന്നല്ലേ. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമ്മൾ എന്താണോ മനസ്സിൽ കൂടുതൽ വിചാരിക്കുന്നത് അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതാണല്ലോ. ഒരു പരിധി വരെ നമ്മളെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അട്രാക്റ്റ് ചെയ്തതും ആ ഒരു ഫിയർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ ആവരുത്. പാരൻസ് പറയാണ് അവരുടെ പോലെ കരിയർ ആവരുത്. അപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചു വെക്കുക, ഏതോ വലിയ പരീക്ഷ പാസ്സാവണതോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്ന ജോലിയിലേക്ക് എത്തുന്നത് മാത്രമാണ് സക്സസ് എന്ന് വിചാരിക്കുന്ന ഒരു സാധനമുണ്ട് അല്ലേ. അത് എത്താത്തവർക്ക് സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിഗ്രറ്റും ഭയങ്കര സങ്കടമായിരിക്കും. ഒരു പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതുപോലും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് പഠിക്കാനല്ല കഴിവ് എങ്കിൽ കൂടി ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, പഠിച്ച് മേടിക്കുന്ന ജോലിയാണ് അല്ലെങ്കിൽ പഠിച്ച് ഒരു മാർക്ക് മേടിച്ച് കാണിക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ സക്സസ്ഫുൾ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്നും റിഗ്രറ്റാണ്. ഞാൻ സക്സസ്ഫുൾ ആയിട്ടില്ല എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ അത് സത്യമാണല്ലോ. നമ്മൾ അനുഭവിക്കുന്ന പീസ്, നമ്മൾ അനുഭവിക്കുന്ന ഈ ഹാപ്പിനെസ്, ഇപ്പം നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യം ചിലവാക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ തന്നെയല്ലേ. അതെ. അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റിലുള്ള സക്സസ്സിനെ ചുമ്മാ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വരേണ്ട വഴിക്ക് വരുന്നേ. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമ്മളെ തേടി എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഉള്ള സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെല്ലാവരും സക്സസ്ഫുൾ ആണ് ഇൻ സം വേ. ഇപ്പം നമ്മൾ അൺഎംപ്ലോയ്ഡ് ആയെന്ന് തന്നെ വിചാരിക്കുക, അപ്പോഴും നമ്മുടെ പാരൻസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റി, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി, നല്ല എയർ കിട്ടി, നന്നായിട്ട് ഉറങ്ങാൻ പറ്റി, ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മടി പിടിച്ചിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ബി ഹാപ്പി വിത്ത് ദ പ്രസൻറ്റ്. ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയാവോ, നമ്മൾ എപ്പോഴാണ് പ്രസൻറ്റിനെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രസൻറ്റിൽ നമ്മൾ ഹാപ്പി ആവുന്ന പോയിന്റിലാണ് നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ബി ഹാപ്പി. താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ്. ബൈ.